सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे ഗുരുപരമ്പരാ. അടിമകളല്ല മർത്യരാരുമെന്നു പഠിപ്പിച്ച പടുമതി അയ്യങ്കാളി അമരനായി സ്വീയവംശസമുന്നതിക്കാത്മശക്തി സമർപ്പിച്ച നായകനു നമോ വാഗമോതുകെന്നാവേ. നായകനു നമോ വാഗമോതുകെന്നാവേ. നായകനു നമോ വാഗമോതുവെന്നാവേ. ഹരി ഓം. കേരളത്തിലെ ദളിത് സംഘടനകളായ KPMS, സാധുജന പരിപാലന സംഘം തുടങ്ങിയ സംഘടനകളുടെ കീഴിൽ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ടെന്നും അതിലെല്ലാം തന്ത്രിയായിരിക്കുന്നത് ജാതി ബ്രാഹ്മണരാണെന്നും ഇത് ഈ സംഘടനകളുടെ എല്ലാം ജാതി ബ്രാഹ്മണരോടുള്ള വിധേയത്വമാണോ എന്നും ഫേസ്ബുക്കിൽ ഒരു കമന്റ് കാണുകയുണ്ടായി. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കട്ടെ, ഈ പറഞ്ഞ രണ്ട് സംഘടനകളിലല്ലാതെയും മറ്റ് ദളിത് സംഘടനകളിലും സംഘടനാ പ്രവർത്തകരുടെ കുടുംബത്തിലും ഒക്കെ ക്ഷേത്രങ്ങളും ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം അധികവും ജാതി ബ്രാഹ്മണരെയാണ് അവർ വിളിക്കാറും ചടങ്ങുകൾ നടത്തിക്കാറും. ഇത് ജാതി ബ്രാഹ്മണരോടുള്ള വിധേയത്വമാണോ എന്നാണ് ഒരു സുഹൃത്ത് ചോദിച്ചത്. പിന്നെ ഒത്തിരി മറുപടികളും വിമർശനങ്ങളും വായിക്കേണ്ടത്. ഇതിനോട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സംഘടനകളുടെ എല്ലാം അധികാരികളോട്, നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായത്, ഈ ഒരു വ്യവസ്ഥയെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ടെന്നും എന്നാൽ അതിലെ പ്രവർത്തകരായിട്ടുള്ള സാധാരണക്കാർ ഇന്നും വിശ്വസിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തേണ്ടത്, ഇതിന് അധികാരിയായി ആചാര്യനായിട്ട് ഇരിക്കേണ്ടത് ജാതി ബ്രാഹ്മണർ, അതായത് നമ്പൂതിരി, ഭട്ടതിരി എന്നുള്ള പേരുകളിലുള്ള ജാതി ബ്രാഹ്മണരാണെന്ന ഒരു മിഥ്യാധാരണ ഇന്നും അവരുടെ മനസ്സിലുണ്ടെന്നും അതാണ് അവർക്ക് താല്പര്യമെന്നും അവർ പറയുകയുണ്ടായി. അപ്പൊ ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിത് പറയാനോ പറഞ്ഞു മനസ്സിലാക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വ്യവസ്ഥ തുടരുന്നത്. ഇവരിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയും. കാരണം കേരളത്തിൽ SNDP, NSS പോലുള്ള സംഘടനകൾ അവരുടെ ക്ഷേത്രങ്ങളിൽ തന്ത്രിയായി വെച്ചിരിക്കുന്നത് അവരുടെ തന്നെ ആളുകളെയാണ്. അതായത് ഇഴവരായിട്ടുള്ളവരോ നായരായിട്ടുള്ളവരെയൊക്കെയാണ് ആചാര്യന്മാരാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഞങ്ങളും ചെയ്യും. തീർച്ചയായിട്ടും ആ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പ്രധാനപ്പെട്ടവർ പറഞ്ഞൊരു കാര്യം, ഇതിന്റെ പ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ല, അറിവില്ല എന്നാണ്. അത്തരത്തിൽ അറിയാഞ്ഞിട്ടാണ് ഈ വ്യവസ്ഥ തുടരുന്നതെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് ഇവിടെ ഒരു പ്രമാണം ഉദ്ധരിക്കുന്നത്. തെറ്റിദ്ധാരണയാണ്, അറിവില്ലായ്മയാണെങ്കിൽ ഒരു ആചാര്യനായിട്ട് ഇരിക്കേണ്ട ആളുടെ യോഗ്യത എന്താണെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അത്തരം യോഗ്യതകളുള്ള ആരായാലും, ഏത് ജാതിയിൽപ്പെട്ട ആളായാലും അവരെ ആ സ്ഥാനത്ത് നിയമിക്കാവുന്നതാണ്. അത്തരത്തിൽ കേരളത്തിൽ ഏകദേശം 8-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു, ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്
സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയിട്ടുള്ള തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ക്ഷേത്ര പ്രതിഷ്ഠകളും ക്ഷേത്ര നിർമ്മാണവുമെല്ലാം ഈ തന്ത്രസമുച്ചയെ അടിസ്ഥാനമാക്കിയാണ് ചെയ്തു വരുന്നത്. അതിൽ വ്യത്യാസമുള്ളവർ ചിലർ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷവും ഈ നിയമമാണ് പാലിക്കുന്നത്. ആ തന്ത്രസമുച്ചയ പ്രകാരം ഒരു ആചാര്യ ലക്ഷണം പറയുന്നത് ഇപ്രകാരമാണ്: വിപ്രകുലീന കൃത സംസ്ക്രിയൗഘ സുധീത വേദ ആഗമ തത്വവേത്ത വർണ്ണാശ്രമാചാര പരോ അതിദീക്ഷോ ദക്ഷതപസ്സി ഗുരുരാപ്തികോസ്തു. അതായത് തന്നെയും മറ്റുള്ളവരെയും പാപത്തിൽ നിന്ന് നന്നായി രക്ഷിക്കുന്നവനും നല്ല രീതിയിൽ ജീവിക്കുന്നവനും മനുഷ്യർക്ക് വിധിച്ചിട്ടുള്ള സംസ്കാര കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനും വേദ ആഗമാദികളുടെ തത്വം അറിഞ്ഞിട്ടുള്ളവനും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങിയ ഗുണകർമ്മ അടിസ്ഥാനത്തിലുള്ള വർണ്ണങ്ങളുടെയും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ആശ്രമങ്ങളുടെയും ആചാരങ്ങളിൽ അറിവും താല്പര്യവും ഉള്ളവനും സമ്പ്രദായപ്രകാരം ഗുരുവിൽ നിന്ന് താന്ത്രിക വിധിപ്രകാരമുള്ള അതിദീക്ഷ സ്വീകരിച്ചവനും എല്ലാ കർമ്മങ്ങളിലും സാമർഥ്യമുള്ളവനും ധർമ്മം ചെയ്യുന്നവനും ഈശ്വര വിശ്വാസിയും ആയ ഒരാളെയാണ് ഗുരു എന്ന് പറയുന്നത്. ഇതാണ് തന്ത്രസമുച്ചയം പറയുന്നത്. ഇത് പ്രകാരം വിപ്രനായിരിക്കണം. വിപ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരി എന്നൊരു പദത്തിന്റെ പര്യായമല്ല, മറിച്ച് വിശേഷേണ പാപമാത്മാന പരഞ്ച ഇതി പാതീതി വിപ്രശബ്ദാർത്ഥ പരഞ്ചപാതീതി വിപ്രശബ്ദാർത്ഥ എന്നാണ്. വിശേഷിച്ച് തന്റെയും മറ്റുള്ളവരുടെയും പാപം ഇല്ലാതാക്കാൻ കഴിയുന്നവൻ ആരോ ഒരു വിപ്രൻ എന്ന് വിളിക്കാം. കുലീനൻ എന്ന് പറഞ്ഞാൽ വളവില്ലാത്ത നല്ലൊരാളായിരിക്കണം. അതാണ് കുലീനൻ. പിന്നെ സംസ്കാരങ്ങളെ തുടർന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർന്നുള്ള യോഗ്യതയുള്ള ഏത് ജാതിയിൽപ്പെട്ട ആളും തന്ത്രി എന്ന പദത്തിന് അർഹനാണ്. അങ്ങനെയുള്ളവരെയാണ് തന്ത്രിയായിട്ട് നിയമിക്കേണ്ടത്. ഒരിക്കലും ഒരു അച്ഛന്റെ മകനായതുകൊണ്ടോ ഒരു പ്രത്യേക സമുദായത്തിലോ കുലത്തിലോ പരമ്പരയിലോ പെട്ടത് കൊണ്ടൊന്നും ആരും താന്ത്രിക കർമ്മങ്ങൾക്ക് അധികാരിയാവുന്നില്ല എന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരിക്കലും സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്ന ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ജാതി വ്യവസ്ഥ പറഞ്ഞിട്ടില്ല. പ്രത്യേക ജാതിയിൽപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളോ കർമ്മങ്ങളോ ചെയ്യേണ്ടത് എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. അത് പിന്നീട് വന്നിട്ടുള്ള ദുരാചാരമാണ്. ആ ദുരാചാരങ്ങളെ തുടച്ചു നീക്കി സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്നും ജാതി ഉച്ചനീചത്വങ്ങൾ മറന്ന് എല്ലാവരും സ്നേഹ സാഹോദര്യത്തോടു കൂടി ഇരിക്കണമെന്നും ഇതുമായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഓം സഹനാവവതു സഹനോ ഭുനക്തോ സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.